വീഡിയോ എടുത്തു വെച്ചതല്ല, പോസ്റ്റ് ഇടാനൊന്നും സമയം കിട്ടിയിട്ടില്ല. പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. ഇന്നലൊന്നും വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇന്നലൊക്കെ അത്യാവശ്യം ഓടി. കാരണം വീക്കെൻഡ് അല്ലേ, അതായത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമായി. അപ്പം മാക്സിമം ഓടി റണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളിലോട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് മല്ലേശ്വരത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. സൺഡേ ആയതുകൊണ്ട് മോർണിംഗിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർക്ക് സംശയങ്ങൾ പലതും ഉണ്ട്. അപ്പം കുറേ ആൾക്കാരുടെ സംശയങ്ങൾ സിമിലർ ആയതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ള കരുതി. കാരണം ഓരോരുത്തർക്ക് നമുക്ക് ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ച് റീപ്ലൈ കൊടുത്താവാനുള്ള ഒരു സമയം കിട്ടണില്ല. പിന്നെ ആ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്ക് അയക്കുമ്പം അത് കുറേ സമയം എടുക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. വേറൊന്നുമല്ല, കുറേ ആൾക്കാർ, സത്യം പറഞ്ഞാൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒക്കെ ആക്കിയാണ്. അപ്പോൾ ഈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുക. എൻ്റെ അടുത്തുനിന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ പ്രവാസികളൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചാണ്. അവർക്ക് അവിടെ നിർത്തി ഇവിടെ വന്നിട്ട് സെറ്റിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവരോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗൾഫ് നിർത്തി പോരുന്നതിനെ പറ്റിയിട്ട് എനിക്ക് വലിയൊരു അഭിപ്രായം ഇല്ല ആ ഒരു കാര്യത്തിൽ. പക്ഷെ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഒഴിവാക്കി വരണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൂ. ഇല്ല ഇനിയിപ്പം നിങ്ങൾക്ക് അവിടെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വരിക. കാരണം ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ 10-14 മണിക്കൂർ എങ്ങനെയായാലും പണിയെടുക്കണം. വണ്ടി അത്യാവശ്യം ഓടണം. ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഓടണം. വേറെ റിസ്കോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നോക്കണം. അത്യാവശ്യം ഓടണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പണിയെടുക്കാം. ഒരാളെ കീഴിലല്ല, നമുക്ക് നമ്മളെ സമയത്തിനനുസരിച്ച് പണിയെടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചിലരിങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ 12 ഹവർ 12,000 റുപ്യ ഫ്ലീറ്റിന് കൊടുക്കണോ, ഏതാ ഫ്ലീറ്റ്, എന്താ ഫ്ലീറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. 12,000 റുപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കിട്ടുന്ന ഡെപ്പോസിറ്റ് എമൗണ്ട്. അവര് നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി തരില്ലേ, അപ്പം നമുക്ക് ആ ഒരു വണ്ടി തരുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു വിശ്വാസം വേണ്ടേ, നമ്മൾ ഇതിൽ വർക്ക് ചെയ്യും ആവും. അല്ലെങ്കിൽ നിങ്ങൾ 2 ദിവസം കൊണ്ട് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് തട്ടിച്ച് ആയിട്ട് നിങ്ങൾ ആ വണ്ടി എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോയാലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഡെപ്പോസിറ്റ്, അത് കറക്റ്റ് നിങ്ങൾ 90 ദിവസം, അതായത് നമ്മളെ കണക്കിലുള്ള 3 മാസമല്ല, 90 ദിവസം ഊബറിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എമൗണ്ട് തിരിച്ച് റിട്ടേൺ കിട്ടും. എല്ലാം നിങ്ങൾ 3 മാസം കഴിഞ്ഞിട്ട് നിർത്തി പോവുകയാണെന്ന് പറയുകയാണെങ്കിലും ആ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. അത് ഡെപ്പോസിറ്റ് കൊടുക്കുക എന്തായാലും നിർബന്ധമുള്ള കാര്യമില്ല. ചിലർ ചോദിക്കുന്നുണ്ട് 500 വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതിയൊന്നും. അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അവർ നമുക്ക് വണ്ടി തരാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് ഈ ഒരു കാര്യമായി നമ്മൾ ചെയ്യാം. വണ്ടിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ, സർവീസ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കമ്പനി നോക്കും. അതായത് 1000 രൂപേൻ്റെ മേലേക്ക്, 1000 രൂപേൻ്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ചെയ്യാം. കഴിയണതും കമ്പനീനെ വിളിച്ചിട്ട് ചെറിയ കാര്യത്തിന് കമ്പനീനെ വിളിച്ചിട്ട് അവിടെ അങ്ങനെ ഉണ്ട് എന്നുള്ള അത് പറയാണ്ട് നിൽക്കുക. മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യണ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കുക. കാരണം അവിടെ ചെല്ലുമ്പോൾ പിന്നെ അത് നല്ല പോസ്റ്റ് കിട്ടും. അവിടെ പോയിരിക്കുക, ചിലപ്പോൾ ഒരു ദിവസം ഓടാണ്ടൊക്കെ നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പം അതിനേക്കാളൊക്കെ നല്ലത് അതാ. പിന്നെ വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വരിക, അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുതരും. ഫ്ലീറ്റൊക്കെ ചോദിക്കണ കുറേ ആളുകളുണ്ട്. ഫ്ലീറ്റ് ZenPlus എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലീറ്റാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് അത്രയും ഉറപ്പാണ് 12,000 കൊടുക്കാനുണ്ട് എന്നുള്ള ഉറപ്പുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ 12,000 റുപ്യ എനിക്ക് 1 റുപ്യ നിങ്ങൾ എൻ്റെ കയ്യിൽ തരണ്ട, ഒക്കെ അവിടെ കൊടുത്താൽ മതി. എല്ലാ ഇടപാടുകളും അവിടെ നിങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിലാണ് എന്നുള്ള ഒരു നിലക്ക് നിങ്ങൾ ആധാർ കാർഡ്, പാൻ കാർഡ്, ലൈസൻസ്, ബാങ്ക് പാസ്ബുക്ക് ഒന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി. ഞാൻ അവിടേക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ എന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു നിങ്ങൾ അങ്ങോട്ട് പോവാം. പിന്നെ മറ്റുള്ള ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്താണ് ZenPlusനൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇപ്പം എൻ്റെ റൂമിൽ തന്നെ ഞങ്ങൾ 5 ഡ്രൈവർമാരുണ്ട്. ഈ 5 ഡ്രൈവർമാരിൽ 2 PMV ആണ്, ഒരാള് വേറെ ഇതൊരു കമ്പനിയിലാണ്, പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പിന്നെ ഞാൻ. അപ്പം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റെന്റ് അവരത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ റെന്റ് വളരെ കുറവാണ്. അതായത് ഞാൻ 750 രൂപ റെന്റ് ഒരു ദിവസം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമാണ്, അവർക്ക് 900 രൂപ വരുന്നുണ്ട് ഒരു ദിവസത്തെ റെന്റ്. പിന്നെ അവർക്കും ഇതുപോലെ തന്നെ 11 രൂപ 12 രൂപ തന്നെയാണ് അവരതും ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അവർക്കും ഇതുപോലെ തന്നെ 3 മാസം കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ അവർക്ക് സപ്പോർട്ടിങ്ങും അസിസ്റ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ എൻ്റെ റൂമിലുള്ള ഒരുത്തിന് പോലീസ് ഇതാക്കി ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അവരെ വിളിച്ചിട്ട് അവരൊരു സപ്പോർട്ടും ചെയ്തിട്ടില്ല, അവരോട് ക്ലിയർ ആക്കിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നേരെ മറിച്ച് നമ്മളെ കമ്പനിയിൽ സ്പോട്ടിൽ അവരെത്തും, അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് പോലും അവർ പോസ്റ്റ് ആക്കൂല. അങ്ങനെയുള്ള ഒരു ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇതൊരു കമ്പനി ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ ഡ്യൂട്ടി ചെയ്താലും ഡ്യൂട്ടി ഇല്ലെങ്കിലും അവർക്ക് റെന്റ് കിട്ടിയാൽ മതി. അല്ലാതെ നീ ഡ്യൂട്ടിക്ക് നീ എന്താ പോവാത്തെന്ന് ചോദിച്ചിട്ട് അവർ വിളിക്കാവുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ അത്യാവശ്യം ഒരു 30 രൂപന്റെ മേലൊക്കെ സാലറി വാങ്ങി പണിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ അത് ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അവിടെ ചിലപ്പോൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ പണിയെടുത്താൽ മതിയാവും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 10, 12, 14 മണിക്കൂർ പണിയെടുക്കണം. അതിന്റെ മേലെടുക്കാൻ കഴിയണവർക്ക് അതിന്റെ മേലെടുക്കും ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ നമ്മൾ അങ്ങനെ ഒരു ഒരാളെ അണ്ടറിൽ നമ്മൾ ജോലി ചെയ്യണം. ഇവിടെ നമ്മൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാം, നമുക്ക് പല പല സ്ഥലങ്ങൾ കാണാം, ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുക, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വേണ്ടിയത് ക്ഷമ നന്നായിട്ട് വേണം, വണ്ടി ഓടിക്കാനുള്ള അത്ര ഇൻട്രസ്റ്റ് വേണം. മടുപ്പ് തോന്നിയേ ചെയ്യരുത്. ഇവിടെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോയവരും 2 ദിവസം കൊണ്ട് തിരിച്ചു പോയവരും 1 മാസം കൊണ്ട് തിരിച്ചു പോയവരൊക്കെ ഉണ്ട്. അവരൊക്കെ പറയുന്ന കാരണം ഇതാണ്, ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക്കാണ്, വണ്ടി ഓടിക്കാൻ കഴിയണില്ല, വണ്ടിക്കാർ ലെഫ്റ്റ് കൂടി ഓവർടേക്ക് ചെയ്ത് വരുന്നത്, ബൈക്കുകാർ വരുതി പോണ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് ബാംഗ്ലൂർ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതുകൊണ്ടാണ് ആ ഒരു സംഭവം. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ വരിക, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല ഇതില്. ഓക്കെ, എനിക്ക് എന്നൊരു ട്രിപ്പ് വന്ന്, ചെറിയ ട്രിപ്പാണ്, ഒരു 120 ഉറുപ്പ്യൻ്റെ സുൽത്താൻപേട്ടിലേക്കായിരുന്നു. എനിക്കിന്ന് സൺഡേയുടെ ഓർമ്മയില്ലാതെ ഞാൻ ആ ട്രിപ്പ് എടുത്തും ചെയ്ത് ഞാൻ മാർക്കറ്റിൽ പെട്ടും ചെയ്ത് 2 മണിക്കൂറിൻ്റെ അടുത്ത്. ഇപ്പം ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പം എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഞായറാഴ്ച ദിവസമൊക്കെ സൺഡേ മാർക്കറ്റുള്ള ഏരിയകളിലേക്ക്, അതായത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് വേറൊരു കാര്യം ചോദിച്ചിനി. അവർക്ക് ഈ ഊബർ പാർട്ട്ണറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയണില്ല, ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയണില്ല, എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്, അതെങ്ങനെ സെറ്റ് ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം, iOS-ൻ്റെതായാലും ആൻഡ്രോയിഡിൻ്റെ ആയാലും. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചാൽ മതി. ബാക്കിയൊക്കെ അവർ സെറ്റ് ചെയ്ത് തരും. ഫ്ലീറ്റിലെ ആളുകൾ അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. അവരാണ് അതെല്ലാം റെഡിയാക്കുക. നിങ്ങളതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്കിൽ കയറിയിട്ടായി ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ചാൽ മതി, രജിസ്റ്റർ ചെയ്തിട്ട് വെച്ചാൽ മതി ജസ്റ്റ്. ഓക്കെ, അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ എന്തായാലും കോണ്ടാക്ട് ചെയ്യും. ഈ 12,000-ൻ്റെ കേസാണ് എല്ലാവർക്കും ചടപ്പ് പറയണത്. എന്തായാലും നമ്മൾ കൊടുക്കേണ്ടതാണ്. കാരണം ഇപ്പം നമ്മളൊരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത് ഉദാഹരണത്തിന് നമ്മളൊരു PG സ്വന്തമായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെപ്പോസിറ്റ് വാങ്ങാതെ അവിടെ ആരും എടുത്തൂരല്ലോ. ഒരു 1 മന്തെങ്കിലും ഡെപ്പോസിറ്റ് വാങ്ങിയിട്ടല്ലേ നമ്മൾ അവിടെ കയറ്റുള്ളൂ, 1 മന്ത് റെന്റെങ്കിലും. അത്രേ ഉള്ളൂ, അതിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ചില ആൾക്കാർ ചോദിച്ചു, അങ്ങനെ കുറഞ്ഞ റെന്റിന് ഒരു വണ്ടി തരുമോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് ചോദിച്ചാൽ, വേറെ ഒന്നുമല്ല. അവർക്ക് റെന്റ് നല്ല കാര്യമായിട്ടുള്ള വരുമാനം. നമ്മളെ ഇൻസെൻറ്റീവ് ഊബർ അവർക്കാണ് കൊടുക്കുക. നമ്മളെ ഇൻസെൻറ്റീവ് ആണ് ശരിക്കും അവരെ വരുമാനം. നമ്മളെ ഇൻസെൻറ്റീവാണ് അവരെ വരുമാനം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അധികം ആൾക്കാരും വീഡിയോസും കാര്യങ്ങളും മുഴുവൻ കാണാതെയും മുഴുവൻ കേൾക്കാതെയുമാണ്
അവർ വന്നിട്ട് മെസ്സേജ് അയക്കുക. വീഡിയോസിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കണം. പക്ഷെ അതൊന്നും കാണാതാണ് ഓരോരുത്തരും ഇവിടെ വന്നിട്ട് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നിങ്ങളെ മാതിരി തന്നെ ഡ്യൂട്ടിയും കാര്യങ്ങളും ചെയ്യുന്നതാണ്, ഓടിക്കൊണ്ടിരിക്കുക 10-14 മണിക്കൂറൊക്കെ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വീഡിയോ ചെയ്യണതും എന്താ പറയുക മെസ്സേജ് കാര്യങ്ങളൊക്കെ നോക്കണതും റീപ്ലൈ തരുന്നതും ആവണതൊക്കെ. അപ്പോൾ നമ്മളല്ലാതെ വേറെ ഏജൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാനും നിങ്ങളെ പോരതാ വണ്ടിയിലാണ്, ഓട്ടം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓടുന്ന ആളാണ്. ഇതേമാതിരി ആരെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് വാട്സപ്പും കാര്യങ്ങളും മെസ്സേജ് അയക്കാനാവാനും കഴിയുള്ളൂ ഗ്യാപ്പിനനുസരിച്ച്. അപ്പോൾ കഴിയണത് എല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കാണാം, അതിൽ തന്നെയാണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ. ഓക്കെ, ഒരുപാട് ടൈമായി വെയിറ്റ് ചെയ്യുന്നത്, ട്രിപ്പ് ഇതുവരെ അടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ സമയത്തൊക്കെ ഞായറാഴ്ച ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏകദേശം രാത്രി ആയി കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം നല്ല പീക്ക് ടൈമാണ് രാത്രി ഞായറാഴ്ച. അപ്പോൾ ആ സമയത്തൊക്കെ മാക്സിമം ഓടാനാണ് പറഞ്ഞത്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളതൊക്കെ പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ റൂമിൻ്റെ കേസ്, റൂം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോണ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ആ ഫ്ലീറ്റിന്റെ ടീം തന്നെ അവരുടെ അടുത്ത് റൂം ഉണ്ടായിരിക്കും. അവിടെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയും. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം തങ്ങിയിട്ട് റൂമും കാര്യങ്ങളും ഒരു 4-5 ഡ്രൈവർമാർ കൂടിയിട്ട് അങ്ങനെ ഷെയറിൽ എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ഷെയർ റൂമൊക്കെ കിട്ടും, ഷെയർ ആയിട്ടൊക്കെ ഇതൊക്കെ കിട്ടും റൂമുകളൊക്കെ. ആ OLX-ലും മാർക്കറ്റ് പ്ലേസിലും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക, നമ്മൾ ചെയ്യുക. അപ്പം നാട്ടിൽ നിന്ന് നാളെ ഒരാൾ വരുന്നുണ്ട്, അയാൾക്ക് ഏറെക്കുറെ ജോബ് ഒക്കെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിക്കണം. അപ്പോൾ ആൾ വരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ വേറെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ നമ്മൾ അതും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് നമ്മളെ ഇതിൻ്റെ ഗ്യാപ്പിൽ. ഓക്കെ. പിന്നെ എനിക്ക് വലിയ മറ്റേ എഡിറ്റിങ്ങും പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ഈ വീഡിയോ എടുത്ത് നേരെ പോസ്റ്റ് ചെയ്യാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഭാഗപ്രയോഗമോ മിസ്റ്റേക്കുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. കാരണം നമ്മൾക്ക് എഡിറ്റ് ചെയ്യാനാവാനൊന്നും സമയമില്ല. അതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാനത് നോക്കലില്ല. ഞാൻ ജസ്റ്റ് എടുത്തിട്ട് വീഡിയോ പോസ്റ്റ് ഇടൽ മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. നമ്മളെ ചടപ്പിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. പല നെഗറ്റീവുകളും പറഞ്ഞിട്ട് ചടപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ഇവര് ഇതിൽ പണിയെടുക്കണവരാ. ഓരോട് ചോദിച്ചാൽ ഓല് പറയാ ഞാൻ 6 മാസമായി അല്ലെങ്കിൽ ഞാൻ 7 മാസമായി അവൻ പറഞ്ഞ് നിൽക്കണവരുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓല് നിർത്തി പോണ്ടേ? ഇല്ല. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. അങ്ങനത്തെ കുറെ ആളുകളെ ഞാൻ കണ്ടും ചെയ്തു. ഇവിടെ നമ്മളെന്താക്കുക, വരിക, നമ്മൾ പണിയെടുക്കുക. നമ്മൾ പണിയെടുത്താൽ നമുക്ക് പൈസ ഉണ്ടാവും. ചുരുങ്ങിയത് ഞാൻ പറഞ്ഞിട്ട് ഒരു 3500 റുപ്യ ഒരു ടാർഗറ്റ് വെക്കുക. ഡെയിലി ഒരു 3500 റുപ്യക്ക് ഞാൻ ഓടും. ആ 3500 റുപ്യക്ക് ഓടുക. കഴിയണത് എന്താക്കാന്ന് പറയുക, ചെറിയ ട്രിപ്പുകൾ എടുക്കാൻ നോക്കുക. ട്രിപ്പുകളെല്ലാം നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റിംഗ് റേറ്റ് ഒക്കെ കുറയും. അത് പിന്നെ ട്രിപ്പ് അടിക്കാനൊക്കെ വരും. അപ്പം എന്താക്കുക, നമ്മൾ കഴിയണതും ചെറിയ ചെറിയ ട്രിപ്പുകൾ മാക്സിമം ഒക്കെ എടുത്തിട്ട് ട്രിപ്പ് കൂട്ടുക. അങ്ങനെ ചെയ്താൽ മതി. മാക്സിമം ഓടുക. അത്യാവശ്യം ഒരു 12, 13, 14 മണിക്കൂർ കറക്റ്റായിട്ടൊന്ന് ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പൈസ കിട്ടും. ഇത് പറഞ്ഞു നോക്കുമ്പോൾ ഇത്രയും സമയം പണിയോന്ന് ചോദിക്കും. ഇത്രയും സമയം പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റെസ്റ്റ് ടൈമും എല്ലാം കൂട്ടിയിട്ടാ ഈ ഒരു സമയം. അതായത് നമ്മള് ഇതിപ്പോ ഞാൻ കുറെ നേരം ഇവിടെ വെറുതെ ഇരിക്കുക. പിന്നെ നമ്മൾ വണ്ടി ഓടിക്കുകയാണ്. നമുക്ക് വേറെ പണികളോ ഭാരപ്പെട്ട പണികളോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി ഓടിക്കുക, ആളെ കൊണ്ടുപോയി ഇറക്കുക, ആളെ കയറ്റുക, ആളെ ഇറക്കുക, ആളെ കയറ്റുക. ഇതന്നെ ഉള്ളു പരിപാടികള്. സ്ഥലങ്ങൾ കാണാ, കുറെ കാഴ്ചകൾ കാണാ, ഇങ്ങനെയൊക്കെ തന്നെ. അതാ പറഞ്ഞ ഞാൻ, അതിന് നല്ല ക്ഷമ വേണം, നല്ല പാഷൻ വേണം ഡ്രൈവിങ്ങിനോട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്ന് പോവാ. ഫസ്റ്റ് ടൈമിലൊന്നും വലിയ ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം അത്യാവശ്യം, കാരണം നമ്മളൊന്ന് എയിമായി വരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിനനുസരിച്ച് മെല്ലെ 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 നമുക്കൊരു ഐഡിയ കിട്ടും. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ കുറേ ആൾക്കാർ ചടപ്പിക്കാണ്ടാവും. അത് മൈൻഡാക്കാണ്ടിരിക്കുക. പിന്നെന്തൊക്കെ, താല്പര്യമുള്ളവർ വിളിക്കുക, മെസ്സേജ് അയക്കുക, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.